അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സുന്ന ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഫൈസൽ മൗലവി പറഞ്ഞ ഒരു സ്വയം ഗവേഷണ കണ്ടുപിടുത്തം, പെരുന്നാൾ നിസ്കാരവും ജുമായയും ഒന്നിച്ചു വന്നാൽ ജുമ ഒഴിവാക്കാം, ഫർള് ഒഴിവാക്കാം, സുന്നത്ത് മതി എന്ന് പറഞ്ഞ ആ മണ്ടത്തരം പിടികൂടിയപ്പോൾ അതിൻ്റെ ജാള്യത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫൈസൽ മൗലവിയുടെ കുഞ്ഞാടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അയാൾ മൗലവി അത്രയും വലിയ മണ്ടത്തരാണ് പറഞ്ഞതെങ്കിൽ ശിഷ്യന്മാർ കുറയില്ലല്ലോ. അപ്പോൾ അതിനേക്കാൾ വലിയ മണ്ടത്തരാണ് ഈ പുള്ളി പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഹംബലി മദ്ഹബിൽ അങ്ങനെ ഉണ്ട് എന്നാണ്. ഹംബലി മദ്ഹബിൽ എന്താണ് ഉള്ളതെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഹംബലി മദ്ഹബിൽ അങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതൊന്ന് കേട്ടോ. എന്നാൽ ഹംബലി മദ്ഹബ് പ്രകാരം ലാ തജിബുൽ ജുമഅത്തു അലാ അഹ്ലിൽ ഖുറ വലാ അലാ അഹ്ലിൽ ബലദ്, പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തില്ല, ജുമഅ നിർബന്ധമാകുന്നില്ല. ബൽ യസ്ഖുതു അൻഹു ഫർദുൽ ജുമഅത്തി ബിസലാത്തിൽ ഈദി, പെരുന്നാൾ നിസ്കാരം കൊണ്ട് ജുമഅ നിസ്കാരം ഹംബലി മദ്ഹബ് പ്രകാരം ഒഴിവായി പോകും. അപ്പോൾ പിന്നെ ജുമഅ നിസ്കരിക്കണമെന്നില്ല. വയുസല്ലൂന ളുഹറ, അവർ നിസ്കരിച്ചാൽ മതി. ഇത് ഹംബലി മദ്ഹബിന്റെ വീക്ഷണമാണ്. കേട്ടല്ലോ. ആരുടെ അഭിപ്രായം എന്നാ പറഞ്ഞത്? ഫൈസൽ മൗലവിന്റെ അഭിപ്രായമാണോ? മുജാഹിദുകളുടെ അഭിപ്രായമാണോ? വഹാബികളുടെ അഭിപ്രായമാണോ? അല്ല, അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ്. കേട്ടല്ലോ നിങ്ങൾ, ഹംബലി മദ്ഹബിന്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉസ്താദിന്റെ ക്ലിപ്പിട്ട്. എന്നാൽ ഹംബലി മദ്ഹബിന്റെ അഭിപ്രായം തന്നെ പൂർണ്ണമായിട്ട് പ്ലേ ചെയ്യിപ്പിക്കാനോ ആ ഉസ്താദിന്റെ ക്ലിപ്പ് തന്നെ പൂർണ്ണമായിട്ട് ഇടാനോ ഇയാൾ തയ്യാറായില്ല. കാരണം അപ്പോൾ കുടുങ്ങും. കാരണം ഹംബലി മദ്ഹബിൽ സ്വലാത്തുൽ ഈദ്, പെരുന്നാൾ നിസ്കാരം ഫർളാണ്. അതിന് 40 ആളുകൾ ഉണ്ടായിരിക്കണം. പെരുന്നാൾ നിസ്കാരം ഫർളാണ്. നിങ്ങൾക്കോ മുജാഹിദുകൾക്കോ സുന്നത്താണെന്നാണ് പഠിപ്പിക്കുന്നത്. ഷാഫി മദ്ഹബിൽ സുന്നത്താണ്. എന്നാൽ ഹംബലി മദ്ഹബിൽ അത് ഫർളാണ്. ജുമുഅ പോലെയാണ് പെരുന്നാൾ നിസ്കാരവും. 40 ആളുകൾ ഉണ്ടായിരിക്കണം, ഫർളാണ്. മഹാനായ ഇബ്നു ഖുദാമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മുഗ്നിയിൽ രേഖപ്പെടുത്തുന്നു, സ്വലാത്തുൽ ഈദൈനി ബാബു സ്വലാത്തുൽ ഈദൈനി വഹിയ ഫർളുൻ അലൽ കിഫായ ഇൻ ഖാമ ബിഹാ 40 മിൻ അഹ്ലിൽ മിസ്ർ സഖതത് അൻ സായിരിഹിം. 40 ആളുകൾ ഉണ്ടായിരിക്കണം. 40 ആളുകൾ കൂടി അത് നിർവഹിച്ചാൽ ബാക്കിയുള്ളവരുടെ മേൽ കുറ്റം ഒഴിവാകും. അപ്പോൾ ഫർള് കിഫയാണ്, ഫർളാണത്. അതുകൊണ്ടാണ് ഹംബലി മദ്ഹബിൽ അവിടെ ജുമാ നിസ്കാരം ഒഴിവാകുന്നത്. അല്ലാതെ ഒരു സുന്നത്തിന് വേണ്ടിയിട്ട് ഫർളിനെ ഒഴിവാക്കുന്ന വിഡ്ഢിത്തം ഹംബലി മദ്ഹബിൽ ഇല്ല മുജാഹിദുകളെ. അത് നിങ്ങളുടെ മദ്ഹബിൽ മാത്രം ആണുള്ളത്. അപ്പോൾ നിങ്ങൾ ഹംബലി മദ്ഹബിൽ നിന്ന് കുറച്ചെടുക്കുക, ഷാഫി മദ്ഹബിൽ നിന്ന് കുറച്ചെടുക്കുക. ഈ പരിപാടി പറ്റൂല എന്നാണ് പറഞ്ഞത്. ഗവേഷണ യോഗ്യനായ പണ്ഡിതനായിരിക്കണം. അപ്പോൾ ഹംബലി മദ്ഹബിൽ തന്നെ പെരുന്നാൾ നിസ്കാരം ഫർളാണ്. അപ്പോൾ അവിടെ ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് എടുക്കുന്നില്ല. നേരെ മറിച്ച് മുജാഹിദുകൾ എന്താ ചെയ്യുന്നത്? ലോകത്ത് ആരും ചെയ്യാത്ത വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്തുമ്പോൾ മതിയാക്കുകയാണ്. അത് ഫൈസൽ മൗലവിക്ക് പള്ളിയിലേക്ക് പോകാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ വീണ്ടും വീട്ടിൽ നിന്ന് തിരിച്ച് ഖുത്ബ ഓതാൻ പോകാനുള്ള മടി കൊണ്ടോ ദീനിനെങ്ങനെ വെട്ടിമുറിക്കാൻ പാടുണ്ടോ? ദീനിൽ സ്വന്തമായിട്ട് ഗവേഷണം നടത്താൻ പാടുണ്ടോ? അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പണി ചെയ്യണം, ഹംബലി മദ്ഹബ് പൂർണ്ണമായിട്ട് സ്വീകരിക്കണം. ആ ക്ലിപ്പ് നിങ്ങൾ തന്നെ ഇടുണ്ടല്ലോ, സാലിം ഫൈസിൻ്റെ ക്ലിപ്പ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമാണ്, വേറെ ക്ലിപ്പ് ഇടണ്ട. 4 മദ്ഹബും ശരിയാണ്. 4 മാത്രമേ ശരിയുള്ളൂ. 4 ഫോളോ ചെയ്യണം. ഫോളോ ചെയ്യുമ്പോഴോ അത് പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യണം. ആ ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേട്ടോ. ഷാഫി മദ്ഹബ് തന്നെ ആവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. 4 ഏതായാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയണത്. നമ്മുടെ പള്ളിന്റെ മദ്രസിന്റെ ഒക്കെ ഭരണഘടനയിൽ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി 4 ഒരു മദ്ഹബിനെ സ്വീകരിക്കണം. നമ്മൾ ഷാഫികളാണെന്ന് എഴുതിയിട്ട് എല്ലാവരും ഷാഫികളാവണമെന്ന് നമുക്ക് അഭിപ്രായമൊന്നുമില്ല, വാശിയൊന്നുമില്ല. നമ്മളേതാച്ചാ അതന്നെ ഇക്കോണം എന്നുള്ള വാശിയല്ലത്. ഹക്ക് 4 ഉള്ളൂ, ശരി 4 ഉള്ളൂ. അതിനാൽ 4 ആവാൻ പറ്റുള്ളൂ എന്നാണ്. 4 മദ്ഹബാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഹംബലി മദ്ഹബാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 40 ആളെ കൂട്ടിയിട്ട് നിർബന്ധമായ രീതിയിൽ ഫർള് കിഫായ എന്ന നിലക്കാണ്, അതാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ജനങ്ങളെ. അല്ലാതെ ഹംബലി മദ്ഹബിൽ നിന്ന് കുറച്ചെടുക്കുക, ഷാഫി മദ്ഹബിൽ നിന്ന് കുറച്ച് കട്ടെടുക്കുക, അങ്ങനെ ഒരു 5ാം മദ്ഹബ് ഉണ്ടാക്കരുത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് സാലിം ഫൈസി പറഞ്ഞത്. ആ ക്ലിപ്പ് നിങ്ങൾ തന്നെ ഇട്ട് ഞങ്ങൾക്ക് വലിയ സൗകര്യമായി. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ജാതി ഏർപ്പാട് കൊണ്ട് ഇനി ഇറങ്ങരുത് മുജാഹിദുകളെ. ഫൈസൽ മൗലവി തന്നെ ഏറ്റവും വലിയ വിവരക്കേടാണ് പറഞ്ഞത്. പിന്നെ ശിഷ്യന്മാരിങ്ങനെ പൊട്ടത്തരം പറയാതിരിക്കുമോ? ഹംബലി മദ്ഹബായിട്ട് നടക്കുകയാണ് ഇപ്പോൾ.
ഹംബലി മദ്ഹബിൽ എന്താണുള്ളത് എന്നിപ്പോൾ ശരിക്കാണ്ട് പഠിച്ചു നോക്കുമ്പോഴാണ് വിവരം അറിഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ ഹംബലി മദ്ഹബാണെങ്കിൽ നിങ്ങൾ ഹംബലി മദ്ഹബ് എടുത്തോളി, നമുക്ക് ഷാഫി ആവണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ ഹംബലി ഫുള്ളായിട്ട് ഫോളോ ചെയ്യണം. മനസ്സിലായോ? അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഫർള് ഒഴിവാക്കിയിട്ട് സുന്നത്ത് എടുക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിച്ച് ഒക്കെ വീഡിയോ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. والحق هو الثابت الباقي الذي لا يزول. إن الباطل لا بقاء له ولا ثبات.